നമസ്കാരം. ശ്രീമുരുകന്റെ ആറുപട വീടുകളിൽ ഒന്നായ പഴനിയെക്കുറിച്ച് അറിയാത്തവർ ഉണ്ടായിരിക്കില്ല. പലരുടെയും ഓർമ്മയിലെത്തുക പഴനി ദണ്ഡായുധപാണി ക്ഷേത്രമായിരിക്കും. എന്നാൽ ആറുപട വീടുകളിൽ മൂന്നാമത്തേതായ പഴനിയിലെ തിരുവാവിനൻകുടി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ക്ഷേത്രം അരുൾമിகு കുഴന്തേ വേലായുധ സ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ ദിണ്ടുക്കൽ ജില്ലയിൽ പഴനിമലയടിവാരത്തിലുള്ള വയ്യാപുരി തടാകത്തിനരികിൽ തിരു ആവിനൻകുടി എന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീമുരുകൻ ഏകനായി കുഞ്ഞിൻ്റെ രൂപത്തിൽ മയിൽമേലെ ഇരുന്ന് കുഴന്തേ വേലായുധ സ്വാമി എന്ന നാമത്തിൽ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു. മുമ്പ് കാലത്ത് സംഘകാല സാഹിത്യങ്ങളിൽ പൊതിനി എന്നറിയപ്പെട്ടിരുന്ന മലയും മലയടിവാരത്തിലുള്ള തിരു ആവിനൻകുടി ഗ്രാമവും ചേർന്നതാണ് ഇപ്പോഴത്തെ പഴനി നഗരം. വയ്യാപുരി കോപ്പരുംബേഗൻ എന്ന മന്നൻ ഇവിടം ഭരിച്ചിരുന്നതിനാൽ വയ്യാപുരി നാട് എന്ന് സംഘകാല കൃതികളിൽ ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നതായി ചരിത്രകാരന്മാർ വിലയിരുത്തുന്നുണ്ട്. ഭക്തിയും ഭസ്മവും മണക്കുന്ന മല, ശ്രീമുരുകൻ ജ്ഞാനപ്പഴമായി വാണരുളുന്ന മല, സിദ്ധന്മാർ ഇന്നും പൂജിക്കുന്ന മല, ജ്ഞാനവും കരുണയും കാറ്റായി അലയടിക്കുന്ന മല, പഞ്ചാമൃതാഭിഷേകം നദിപോൽ ഒഴുകുന്ന മല, എല്ലാ കർമ്മവിനകളും തീർക്കുന്ന അതിശയങ്ങൾ അനേകമുള്ള മലയാണ് പഴനിമല. ജ്ഞാനപ്പഴം കിട്ടാത്തതിനാൽ കോപിഷ്ഠനായി കോണകത്തോടെ കൈലാസത്തിൽ നിന്നും പിണങ്ങി കുഞ്ഞായ ശ്രീമുരുകൻ വന്നു നിന്ന സ്ഥലമാണ് തിരു ആവിനൻകുടി. മലമുകളിലുള്ള പഴനി ദണ്ഡായുധപാണി ക്ഷേത്രമല്ല ശ്രീമുരുകന്റെ പടവീട്. ശ്രീമുരുകന്റെ 6 പടവീടുകളിൽ മൂന്നാമത്തെ പടവീട് തിരു ആവിനൻകുടി കുഴന്തേ വേലായുധ സ്വാമി ക്ഷേത്രമാണ്. നക്കീരരുടെ തിരുമുരുകാറ്റുപടയിലാണ് ശ്രീമുരുകന്റെ 6 പടവീടുകളെ പറ്റിയുള്ള പരാമർശമുള്ളത്. ബോഗർ സിദ്ധർ ശ്രീമുരുകന്റെ നവപാഷാണ ദണ്ഡായുധപാണി ശില പഴനിമലയിൽ പ്രതിഷ്ഠിക്കുന്നതിനും എത്രയോ മുമ്പേ ഉള്ള കോവിലാണ് തിരു ആവിനൻകുടി കുഴന്തേ വേലായുധ സ്വാമി ക്ഷേത്രം. തിരു എന്നാൽ മഹാലക്ഷ്മി, ആ എന്നത് കാമധേനു, ഇനൻ എന്നത് സൂര്യൻ, കു എന്നത് ഭൂമിദേവി, ഡി എന്നത് അഗ്നിദേവൻ. ഇവർ 5 പേരും യുഗങ്ങൾക്ക് മുമ്പ് ഇവിടെ കുഴന്തേ വേലായുധ സ്വാമിയെ പൂജിച്ചതിനാൽ ഈ പ്രദേശത്തിന് തിരു ആവിനൻകുടി എന്ന നാമം വന്നു. സംഘകാല പണ്ഡിതനായ നക്കീരരും പിൽക്കാലത്തെ തീവ്ര മുരുകഭക്തനായ അരുണഗിരിനാഥരും ഇവിടത്തെ മൂലവർക്ക് പതികങ്ങൾ പാടിയിട്ടുണ്ട്. അരുണഗിരിനാഥർ ശ്രീമുരുകന് തിരുപ്പുകഴ് പാടിയപ്പോൾ ഭഗവാൻ ദർശനം കൊടുത്തതോടൊപ്പം അരുണഗിരിനാഥർക്ക് ജപമാലയും സമ്മാനിച്ചു എന്ന് അരുണഗിരിനാഥർ തിരുപ്പുകഴിൽ പരാമർശിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെ: യുഗങ്ങൾക്ക് മുമ്പ് ഒരു നാൾ സംഗീതത്തിൽ പ്രാഗൽഭ്യം കാഴ്ചവെച്ച നാരദമുനിക്ക് ബ്രഹ്മദേവൻ ഒരു ദിവ്യമായ മാമ്പഴം സമ്മാനിച്ചു. നാരദർ കൈലാസത്തിലുള്ള ശ്രീപരമേശ്വരന്റെ ദേവസഭയിലെത്തി ജ്ഞാനം എന്ന അമൃതിനെ ഉൾക്കൊണ്ട മാമ്പഴത്തെ ശിവഭഗവാന് സമ്മാനിച്ചു. പാർവതി മാതാവത് മക്കളായ ശ്രീമുരുകനും വിനായകർക്കും വീതിച്ചു നൽകാൻ ആഗ്രഹിച്ചു. പക്ഷേ ആ ദിവ്യമായ മാമ്പഴത്തിന്റെ മൂല്യം മനസ്സിലാക്കിയ ശിവഭഗവാൻ പുത്രന്മാരോടായി ഭൂലോകത്തെ ആര് ആദ്യം ചുറ്റിവരുന്നുവോ അവർക്ക് മാമ്പഴം എന്നുര ചെയ്തു. ഇത് കേട്ടതും ശ്രീമുരുകൻ മയിലിന്റെ പുറത്തു കയറി ഭൂലോകം ചുറ്റാൻ പുറപ്പെട്ടു. വിനായകരാകട്ടെ തന്റെ വാഹനമായ എലിയെ നോക്കി ഈ അടുത്ത കാലത്തൊന്നും എലിയുടെ പുറത്തു പോയി ഭൂലോകം ചുറ്റിവരാൻ സാധ്യമല്ല എന്ന് വിചാരിച്ചതിനാലോ എന്തോ മാതാപിതാക്കളാണ് തന്റെ ലോകം എന്നർത്ഥത്തിൽ മാതാപിതാക്കളെ പ്രദക്ഷിണം വെച്ചു. ശിവഭഗവാൻ ജ്ഞാനപ്പഴം വിനായകർക്ക് നൽകി. ഭൂലോകം ചുറ്റി വന്ന ശ്രീമുരുകൻ താൻ പറ്റിക്കപ്പെട്ടു എന്ന് വിചാരിച്ച് കോപിഷ്ഠനായി. വിനായകർ മാമ്പഴം ശ്രീമുരുകന് നൽകാമെന്നറിയിച്ചിട്ടും ശ്രീമുരുകൻ സമ്മതിച്ചില്ല. ഉടനെ ശ്രീമുരുകൻ കൈലാസത്തിൽ നിന്നും പടിയിറങ്ങി തന്റെ മയിലിന്റെ മേൽ കയറി മുമ്പ് നെല്ലിവനമായിരുന്ന ഈ പ്രദേശത്തെത്തി നിന്നു. ശ്രീമുരുകന്റെ പ്രവൃത്തിയിൽ വിഷമിച്ചുപോയ ശ്രീപരമേശ്വരനും പാർവതീദേവിയും മകനെ പിന്തുടർന്ന് ഇവിടെ എത്തി അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. ജ്ഞാനപ്പഴം തന്നെയാണ് നീ, ജ്ഞാനസ്വരൂപനായ നിനക്ക് വേറൊരു പഴം ആവശ്യമില്ല എന്ന് ഉമാദേവിയും ശിവഭഗവാനും മകനെ സമാധാനിപ്പിച്ച് തിരിച്ച് കൈലാസത്തിലേക്ക് വരാൻ നിർബന്ധിച്ചു. പക്ഷെ താൻ ഇവിടെ കുടികൊള്ളുകയാണെന്ന് ശ്രീമുരുകൻ അറിയിച്ചു എന്നതാണ് കഥ. പിൽക്കാലത്ത് ഔവ്വയാറും ശ്രീമുരുകനെ ജ്ഞാനപ്പഴം നീ എന്ന് പുകഴ്ത്തി പാടിയിട്ടുണ്ട്. പിന്നീട് ഇവിടെ ഒരു ചെറിയ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു. സ്വാമി കുഞ്ഞിന്റെ രൂപത്തിൽ ഇവിടെ കുടികൊണ്ടതിനാൽ ഭഗവാന് കുഴന്തേ വേലായുധ സ്വാമി എന്ന നാമം ലഭിച്ചു. പഴം നീ എന്ന വാക്കിൽ നിന്ന് ഇവിടം പഴനി എന്നായി മാറി. ശ്രീമുരുകനെ പിരിയാനാവാതെ ഈശനും ഉമയമ്മയും പഴനിയിൽ കുടികൊണ്ട സ്ഥലമാണ് ഇവിടെ നിന്നും 4 കിലോമീറ്റർ ദൂരത്തുള്ള പെരിയ ആവുടയാർ കോവിൽ. പഴനിയിൽ ശ്രീമുരുകൻ 3 വിധത്തിൽ ഭക്തർക്ക് ദർശനം തരുന്നു. പെരിയ ആവുടയാർ കോവിലിൽ ശ്രീമുരുകൻ മയിൽവാഹനമില്ലാതെ വള്ളിദേവയാനിമാരോടൊപ്പം വിവാഹരൂപത്തിലും പഴനി മലക്കോവിലിൽ നവപാഷാണ ദണ്ഡായുധപാണിയായും അടിവാരത്തുള്ള തിരുവാവിനൻകുടിയിൽ മയിൽമേലെ അമർന്നിരിക്കുന്ന കുഞ്ഞായും ഭഗവാൻ വിളങ്ങുന്നു. പഴനിയിലേക്ക് വരുന്നവർ ആദ്യം പെരിയ ആവുടയാരെയും പെരിയ നായകി അമ്മനെയും പിന്നീട് തിരുവാവിനൻകുടി കുഴന്തേ വേലായുധ സ്വാമിയെയും സന്ദർശിച്ച ശേഷം വേണം പഴനിമല കോവിലിലെ ദണ്ഡായുധപാണിയെ സന്ദർശിക്കാൻ എന്നാണ് വിധിമുറ. അടിവാരത്തിൽ തന്നെ ബോഗർ സിദ്ധരുടെ ശിഷ്യൻ പുലിപ്പാണി സിദ്ധരുടെ ജീവസമാധിയുള്ള ആശ്രമവുമുണ്ട്.
സാധാരണ ശിവക്ഷേത്രങ്ങളിൽ ഐപ്പശി പൗർണമിക്കാണ് അന്നാഭിഷേകം നടക്കുക. എന്നാൽ ആണിമാസം തൃക്കേട്ട നക്ഷത്രത്തിൽ മലക്കോവിലിൽ ദണ്ഡായുധപാണി സ്വാമിക്ക് ഉച്ചികാല പൂജയിലും ആണിമാസം മൂലം നക്ഷത്രത്തിൽ കുഴന്തേവേലായുധ സ്വാമിക്ക് സായരക്ഷാ പൂജയിലും അന്നാഭിഷേകം നടക്കുന്നു. ഇതിനടുത്തുള്ള പൂരാടം, ഉത്രാടം എന്നിങ്ങനെയുള്ള നക്ഷത്രങ്ങളിൽ 2 ദിവസം പെരിയ ആവുടയാർ ശിവക്ഷേത്രത്തിൽ ശിവഭഗവാന് അന്നാഭിഷേകം നടക്കുന്നു. പഴനിമലയെ ചുറ്റിയുള്ള ഗിരിവലത്തിന് ഓരോ ദിവസത്തിനും ഓരോ ഫലങ്ങളുണ്ടെങ്കിലും അഗ്നിനക്ഷത്ര കാലങ്ങളിൽ പ്രത്യേകതകളേറെയാണ്. പഴനിമല മരുത്വാമല പോലെ നിലകൊള്ളുന്നതിനാലും ഇവിടെ ഇരുന്ന് സൂക്ഷ്മരൂപികളായി സിദ്ധന്മാർ ഇന്നും തപസ് ചെയ്യുന്നതിനാലും ഉഷ്ണരോഗങ്ങൾ മാറുവാൻ അഗ്നിനക്ഷത്ര ഗിരിവലം ഉത്തമം. പഴനിമല അടിവാരത്തിൽ 5 നില രാജഗോപുരത്തോടെയും ഒരു പ്രകാരത്തോടെയും കാണപ്പെടുന്ന തിരു ആവിനൻകുടി എന്ന പുരാതന ക്ഷേത്രം ഏകദേശം 1300 വർഷങ്ങൾക്ക് മുമ്പ് ചേരമൺ പെരുമാനാണ് പുനർനിർമ്മാണം ചെയ്തത്. പിന്നീട് പാണ്ഡ്യമന്നന്മാരും ക്ഷേത്രത്തിന് തിരുപ്പണികൾ ചെയ്തിട്ടുണ്ട്. ചെട്ടിയാർ വംശജരാണ് ക്ഷേത്രത്തിന് രാജഗോപുരം നിർമ്മിച്ചത്. ഔവയാർ തന്റെ പതികങ്ങളിൽ ശ്രീമുരുകനെ സിത്തൻ എന്നാണ് പ്രശംസിച്ചിരിക്കുന്നത്. തമിഴ് സാഹിത്യങ്ങളിൽ സിത്തൻ വാഴ്വ് എന്ന് പേരുകേട്ട സ്ഥലമാണ് തിരു ആവിനൻകുടി. ക്ഷേത്രത്തിന്റെ വക ശ്രീമുരുകൻ വള്ളിദേവയാനി കല്യാണ മണ്ഡപമുണ്ട്. ഇവിടെ വിവാഹം നടത്താൻ ഉദ്ദേശിക്കുന്നവർ കൊണ്ടുവരേണ്ട രേഖകളെപ്പറ്റി ക്ഷേത്രത്തിൽ വലിയ ബോർഡ് വച്ചിട്ടുണ്ട്. പ്രകാരത്തിലുള്ള നാഗലിംഗമരവും കായ്കളും അത്യപൂർവമാണ്. തിരു ആവിനൻകുടി ക്ഷേത്രത്തിലേക്ക് കയറിയാൽ മുൻവശത്ത് മനോഹരമായ മണ്ഡപം. മണ്ഡപത്തിൽ ശ്രീമുരുകന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളും ശ്രീമുരുകന്റെ 6 പട വീടുകളെപ്പറ്റിയും ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിനടുത്തായി ദീപമണ്ഡപം. ഗർഭഗൃഹത്തിന് മുന്നിലായി മനോഹരമായ മയിൽമണ്ഡപം. അത് കഴിഞ്ഞ് സ്വർണം പൊതിഞ്ഞ കൊടിമരം. പ്രധാന സന്നിധിയിൽ ശ്രീമുരുകൻ ഏകനായി കുഞ്ഞിന്റെ രൂപത്തിൽ കുഴന്തേവേലായുധ സ്വാമി എന്ന നാമത്തിൽ മയിൽമേൽ അമർന്നിരിക്കുന്ന ചെറിയ പ്രതിഷ്ഠയാണ്. ശ്രീമുരുകൻ കുഞ്ഞായതിനാൽ വള്ളിദേവയാനി പ്രതിഷ്ഠകൾ ഇവിടെയില്ല. 3ാമത്തെ പടവീടായ ഇവിടെ ശ്രീമുരുകൻ ശിവാംശമായി വിളങ്ങുകയാണ്. മറ്റു പടവീടുകൾ പോലെയല്ലാതെ ഇവിടെ ക്ഷേത്രം ഇടവേളയില്ലാതെ തുറന്നിരിക്കും. ഇവിടെ ശ്രീമുരുകന് പാൽ, പനിനീർ, ഭസ്മം, ചന്ദനം, പഞ്ചാമൃതം എന്നിങ്ങനെ എല്ലാ അഭിഷേകങ്ങളും ചെയ്യുന്നുണ്ട്. ഭഗവാന് അഭിഷേകം ചെയ്ത വസ്തുക്കൾ സേവിച്ചാൽ അസുഖങ്ങൾ മാറുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ അരുണഗിരിനാഥർ, നക്കീരർ, വിനായകർ, മീനാക്ഷിയമ്മൻ, ദുർഗയമ്മൻ, അണ്ണാമലയാർ ഉണ്ണാമുലയമ്മൻ, ശനീശ്വരർ, ദക്ഷിണാമൂർത്തി എന്നിവരെ കൂടാതെ തിരു ആവിനൻകുടി സ്ഥലനാമത്തിലുള്ള 5 ദേവതകൾക്കും സന്നിധിയുണ്ട്. ക്ഷേത്രവൃക്ഷം നെല്ലിമരം. ക്ഷേത്രതീർത്ഥം ശരവണപ്പൊയ്ക. ക്ഷേത്രത്തിന്റെ വടകിഴക്കിലാണ് ഈ തീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള 6 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. അന്നാഭിഷേകം, തൈപ്പൂയം, മാർഗഴി തിരുവാതിര, കന്തഷഷ്ഠി, പങ്കുനി ഉത്രം, ശിവരാത്രി എന്നിങ്ങനെ പ്രധാന മുരുകൻ ക്ഷേത്രങ്ങളിലെ എല്ലാ ഉത്സവങ്ങളും ഇവിടെയും കൊണ്ടാടുന്നു. ഭക്തർ ഇവിടെയുള്ള തീർത്ഥത്തിൽ നീരാടി കാവടിയെടുത്തും തലമുണ്ടനം ചെയ്തും കാതുകുത്തിയും പാൽക്കുടമെടുത്തും പാദയാത്ര ചെയ്തും തങ്ങളുടെ വഴിപാടുകൾ നിറവേറ്റുന്നു. ഭഗവാൻ കുഞ്ഞായിരിക്കുന്നതിനാൽ ഭക്തരുടെ പ്രാർത്ഥനകൾക്ക് എളുപ്പം ഫലം സിദ്ധിക്കും എന്നതാണ് വിശ്വാസം. പൂജാ സമയം രാവിലെ 5:45 മണി മുതൽ രാത്രി 8 മണി വരെ. വിശേഷ ദിവസങ്ങളിൽ ക്ഷേത്രം രാവിലെ 4 മണി മുതൽ രാത്രി 9 മണി വരെയും തുറന്നിരിക്കും. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ പഴനി ബസ് സ്റ്റാൻഡിൽ നിന്നും 1/2 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പഴനി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.